കളിയാക്കലുകളെ കുറിച്ചാണ്, പരിഹാസങ്ങളെ കുറിച്ചാണ്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള കളിയാക്കലുകൾ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളവരാണ്. കളിയാക്കലുകൾ നമ്മളെ ചിലപ്പോഴെങ്കിലും തളർത്തി കളഞ്ഞിട്ടുണ്ട്. എന്നാൽ തളർത്തിക്കളയാനുള്ള ഒന്നല്ല ഈ കളിയാക്കലുകൾ എന്ന് പറയുന്നത്. പരിഹാസങ്ങളും കളിയാക്കലുകളും നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒരു കാര്യത്തിൽ നമ്മളൊരു പ്രസംഗം പറയണതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണതിലാണ് നമുക്ക് ഈ കളിയാക്കലുകൾ കിട്ടുന്നത്. നമ്മൾ അപ്പാടെ അതങ്ങ് നിർത്തിക്കളയും. അതങ്ങ് അപ്പാടെ നിർത്തിക്കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല കളിയാക്കലുകൾ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ ചെറിയ ചില പോരായ്മകളാണ് ഉണ്ടാവണേ. അതാണ് ഈ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും ഇടവരുന്നത്. ആ ചെറിയ പോരായ്മകൾ പരിഹരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് പോകണം. അതിനാണ് കളിയാക്കലുകളും പരിഹാസങ്ങളും. അല്ലാണ്ട് ഈ ചുമ്മാ കളിയാക്കലുകളെയും പരിഹാസങ്ങളെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പാടെ നിർത്തിക്കളയാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറ്റു ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം തന്നെ നിങ്ങളിത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. പരിഹാസങ്ങൾ ഉണ്ടാവും, കളിയാക്കലുകൾ ഉണ്ടാവും. അത് കേട്ടിട്ട് അപ്പാടെ അത് നിർത്തിക്കളയരുതും. അതിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ചെറിയ ചില മാറ്റങ്ങൾ അത് മനസ്സിലാക്കി അത് ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കളിയാക്കലുകളും പരിഹാസങ്ങളും നെഗറ്റീവല്ല, അത് പോസിറ്റീവാണ്. നമ്മളെ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്താൻ തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കണം.